നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഈ കഴിഞ്ഞ 21-ന് സിനിമാ ഇൻഡസ്ട്രി സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഞങ്ങളുടെ ഡിമാൻഡ്സ് എല്ലാം ഒരുപാട് പ്രാവശ്യം എഴുതി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ചർച്ചയിൽ വിളിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളന്ന് സമരം പിൻവലിച്ചത്, സൂചനാ സമരം. അതിൽ കാതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യം ഇപ്പം ഇമ്മീഡിയറ്റായിട്ട് വരുന്ന ബഡ്ജറ്റിൽ, അതായത് ഇന്ന് നടന്ന ബഡ്ജറ്റിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട്, അതായത് ഈ സർക്കാരിനും അതിനു മുമ്പത്തെ LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 9 വർഷമായിട്ട് ഇവിടെ എൻഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഡബിൾ ടാക്സേഷൻ ആണെന്നും അത് പൂർണ്ണമായിട്ടും എടുത്തു കളയണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാന ഡിമാൻഡ്. അത് ആ ചർച്ചയിൽ അവിടെ ഇരുന്ന മന്ത്രിക്കും ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. ഞങ്ങൾ പ്രസൻ്റ് ആയവരെല്ലാം അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും ധരിപ്പിക്കാമെന്നും അതനുസരിച്ച് വേണ്ട ഇളവുകൾ നൽകാമെന്നും ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇന്നത്തെ ബഡ്ജറ്റിൽ ആ ഉറപ്പ് കാണുന്നില്ല. പിറ്റേ ദിവസം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഞാനും കൂടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ പോയി നേരിട്ട് കാണുകയും കേരള ഫിലിം ചേംബറിൽ നിന്ന് കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, എന്താണ് ഇതിനകത്തെ പ്രധാന ആവശ്യമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് വന്നിട്ടുള്ള ബഡ്ജറ്റിൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം കാതലായ ഒരു റിലീഫും തന്നിട്ടില്ല, പ്രധാനമായിട്ടും എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ടാക്സിനെ പറ്റി ഞങ്ങൾ ഈ ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നതിൻ്റെ കുറച്ചുകൂടി ഒരു വിശദീകരണം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മന്ത്രിതല ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ളത് 6 കോർപ്പറേഷനും ഉദ്ദേശം 971ഓളം പഞ്ചായത്തുകളും 87 മുനിസിപ്പാലിറ്റികളുമാണ്. അപ്പോൾ ഞങ്ങളെ, അതായത് ഈ കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയെ ഡബിൾ ടാക്സേഷന് വിധേയമാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ വരുമാനത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് റീഇനിഷ്യേറ്റ് ചെയ്തതാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്നാണ്. അത് സത്യം പറഞ്ഞാൽ പരിശോധിച്ച പച്ചക്കള്ളമായിട്ടാണ്. കാരണം ഇത് വേറെ ലെവലിലുള്ള ഒരു പിടിച്ചുപറിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ 6 മുനിസിപ്പാലിറ്റി ഉണ്ട്. അതിൽ 6ാമത്തെ മുനിസിപ്പാലിറ്റിയായ വൈക്കത്ത് തിയേറ്ററില്ല. അപ്പോൾ അവർക്ക് ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇനത്തിൽ ഒരു വിഹിതം പോലും കിട്ടുന്നില്ല. അങ്ങനെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിലെ 971 എൻ്റെ ഓർമ്മ, അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിലുള്ള പഞ്ചായത്തുകളിൽ എത്ര എണ്ണത്തിൽ തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് നോക്കണം. അപ്പോൾ അവിടെയുള്ളവർക്കെല്ലാം പദ്ധതി വിഹിതത്തിൽ നിന്ന് സർവൈവ് ചെയ്യാനും ബാക്കി കുറച്ച് പേർക്ക് തിയേറ്ററുകളെയും നിർമ്മാതാക്കളെയും ടാക്സ് ചെയ്തുകൊണ്ട് ടാക്സ് ഈടാക്കണമെന്ന് ഈ സർക്കാർ പറയുന്നത് ഒട്ടും ഭൂഷണമായ കാര്യമല്ല എന്ന് ഞങ്ങൾ റിപ്പീറ്റഡായിട്ട് പലതരത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് പ്രസിഡന്റ് മുമ്പിൽ ആദ്യമായിട്ട് പറയുകയാണ്. ഇതാണ് പൊതുസമൂഹം അറിയണം ഈ ഡബിൾ ടാക്സേഷനെ പറ്റി ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ഇതാണ് ഞങ്ങൾക്ക് ഇത് വേറെ ഒരു റിലീഫും ഇതിനകത്ത് വനിതാ സംവിധായകർക്ക് കൊടുക്കുന്ന തുകയിൽ എന്തോ വരത്തുലവ് ഉണ്ടെന്നുള്ളതാണ് ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ജസ്റ്റ് ഓടിച്ച് നോക്കുമ്പോൾ കാണുന്നത്. അതല്ലാതെ സിനിമയെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ അറിയേണ്ട വേറെ കാര്യമുണ്ട്. 2014 ഏകജാലക സംവിധാനത്തെ പറ്റി ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഓർഡറിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഇമ്മീഡിയറ്റ് നടത്താമെന്നുള്ളതാണ് ഈ ചർച്ചയിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്ക്. അതിനെ തുടർ ചർച്ച നടക്കുന്നുണ്ട്. 2014 നടന്നിട്ടുണ്ട്. ഇന്ന് 12 കൊല്ലം കഴിഞ്ഞു. ഈ 12 കൊല്ലത്തിന് ശേഷം ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ഷൂട്ടിങ്ങുകൾക്ക് പെർമിഷൻ തരാനായിട്ട് സർക്കാർ ലെവലിലുള്ള പെർമിഷൻ തരാനായിട്ടുള്ള ഏകജാലക സംവിധാനം KSFDC വഴി നടപ്പാക്കും. പിന്നീട് ഇലക്ട്രിസിറ്റി താരിഫ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളെല്ലാം അതെല്ലാം അടുത്ത ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നുള്ളതിൻ്റെ ഉറപ്പിന്മേലാണ് ആ ചർച്ച എന്ന് പിരിഞ്ഞത്. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് ടാക്സിനെ സംബന്ധിച്ച് ഇതാണ് പറയാനുള്ളത്. അതർ സ്റ്റേറ്റ്സിൽ ഇല്ല, ആകപ്പാടെ തമിഴ്നാട്ടിൽ മാത്രമാണ്. തമിഴ്നാട് കഴിഞ്ഞ 6 മാസം മുമ്പ് അത് അവർ നല്ല രീതിയിൽ സ്ലാഷ് ചെയ്ത് 50% കുറച്ച് അവർ കൊടുത്തിട്ടുണ്ട്. ആ വിവരം ഞങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പം മലയാള സിനിമ ഇൻഡസ്ട്രിയെ വല്ലാതെ ടാക്സ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഒരു ഇടതുപക്ഷ സർക്കാരിനോട് ഞങ്ങൾ കഴിഞ്ഞ 9 വർഷം 10 വർഷമായി സർക്കാർ, പക്ഷേ 2017 ശേഷം ആണ് GSTയോടൊപ്പം എൻ്റർടൈൻമെൻറ്റ് ടാക്സും കൂടെ ഇംപ്ലൈ ചെയ്ത് വന്നത്. അത് ഒഴിവാക്കണമെന്ന് നിരന്തരം പറഞ്ഞിട്ട് ഈ ബഡ്ജറ്റ് സ്പീച്ചിലും ഇല്ല. അത് വളരെ നിരാശാജനകമാണ്. ഞങ്ങൾക്ക് ശക്തമായ അതിനകത്ത് പ്രതിഷേധമുണ്ട്. അത് അറിയിക്കാനായിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത്.